അബുദാബി നഗരസഭ സജ്ജമാക്കിയ വാരാന്ത്യ വിപണിയായ മുസഫ ബസാർ ഇപ്പോൾ പ്രശസ്തമായിരിക്കുകയാണ്. 2500 ആളുകൾക്ക് മാത്രം നിൽക്കാൻ പറ്റുന്ന ഇവിടെ ദിനം പ്രതി 10,000-കണക്കിന് ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏത് വിധത്തിലുള്ള ജനങ്ങൾക്കും ഇവിടെ പരിഗണന ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് മുഴുവനായും ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ പഴവർഗ്ഗമോ വാങ്ങാൻ ശേഷിയില്ലാത്തവന് ആവശ്യമുള്ള സാധനം മുറിച്ചു നൽകുന്നത് ഒരുപക്ഷെ ഇവിടെ ആദ്യത്തെ സംഭവമായിരിക്കും. ഒരു ഫാമിലി ഷോപ്പിംഗായല്ല ആളുകൾ ഇവിടെ എത്തുന്നത്, മറിച്ച് പ്രവാസികളായ തൊഴിലാളികൾ ഇവിടെ എത്തുന്നുണ്ട്. ബംഗാളി മാർക്കറ്റ് എന്ന് കൂടി അബുദാബിയിലുള്ള ഈ മാർക്കറ്റിന് പേരുണ്ട്. ഇത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജനത്തിരക്കിൽ ശ്വാസം മുട്ടി മുസഫ വ്യവസായ മേഖല കേന്ദ്രീകരിച്ച് അബുദാബി നഗരസഭ സജ്ജമാക്കിയ വാരാന്ത്യ വിപണിയായ മുസഫ ബസാർ മിതമായ നിരക്കിൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുമെന്നതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കച്ചവടക്കാരിൽ കൂടുതലും ബംഗാൾ സ്വദേശികളായതിനാൽ ബംഗാളി മാർക്കറ്റ് എന്ന് ഇത് അറിയപ്പെടുന്നു. സമീപത്തെ ലേബർ ക്യാമ്പുകളിൽ താമസിക്കുന്ന തൊഴിലാളികളാണ് ഇവിടുത്തെ പ്രധാന ഉപഭോക്താക്കൾ. മറ്റു കടകളിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ നിരക്ക് കുറവാണ് എന്നതാണ് പ്രധാന ആകർഷണം. ഇത് പറയുന്നത് ഹൈദരാബാദുകാരനും സ്വകാര്യ കമ്പനിയിലെ പെയിന്ററുമായ ഫർഷാദാണ്. ഒരാഴ്ചത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി ശേഖരിക്കുകയാണ് ഇവിടുത്തെ പതിവ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ നാട്ടിലേക്ക് കൊണ്ടുപോകാനായി പുതപ്പും കിടക്ക് വിരിയും വസ്ത്രങ്ങളും എല്ലാം ഇവിടുന്ന് വാങ്ങുന്നവർ ധാരാളമുണ്ട്. മുന്തിയ ഇനം ഉൽപ്പന്നങ്ങൾ മുതൽ കുറഞ്ഞ നിരക്കിലുള്ളത് വരെ ഇവിടെ കിട്ടും. തൊഴിലാളികൾ ഇത്തരം കച്ചവട കേന്ദ്രങ്ങളിൽ പൊതിയുന്നതിനാൽ കുടുംബമായി താമസിക്കുന്നവർ സാധാരണ ഇവിടെ വരാറില്ല, അല്ലെങ്കിൽ ഈ ബസാറിനെ ആശ്രയിക്കാറില്ല. കാറ്റും വെയിലും തണുപ്പും കൊണ്ട് സാധനങ്ങൾ എളുപ്പത്തിൽ കേടാവുന്നത് മാത്രമാണ് ഇവിടുത്തെ ഏക പ്രശ്നം. അതുതന്നെയാണ് കച്ചവടക്കാരുടെ പ്രധാന വെല്ലുവിളിയും. ശീതീകരണ സംവിധാനം കൂടി സജ്ജമാക്കിയാൽ ഈ വിപണി കൂടുതൽ പേർക്ക് ഗുണം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. 150 വാഹനങ്ങൾ നിർത്തിയിടാനും 2.5 കിലോമീറ്റർ നടപ്പാതയും പരിസ്ഥിതി സൗഹൃദ തെരുവുകളും ടോയ്ലറ്റുകളും മറ്റും സജ്ജമാക്കിയിട്ടുണ്ടെങ്കിലും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഈ പ്രദേശത്തേക്ക് കടക്കാനാകാത്ത വിധം ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. പൂരപ്പറമ്പിലെ കച്ചവടത്തെ അനുസ്മരിപ്പിക്കുന്ന പോലെയാണ് സാധനങ്ങളുടെ പേരും ഗുണവും മറ്റേ ഉറക്കെ വിളിച്ചു പറഞ്ഞാണ് ഇവിടുത്തെ കച്ചവടം. 4-5 കിലോ തൂക്കമുള്ള ഒരു തണ്ണിമത്തിന് വെറും 5 ദിർഹം മാത്രമാണ് ഇവിടുത്തെ വില. ഒരെണ്ണം മുഴുവനായി വാങ്ങാൻ പൈസ ഇല്ലാത്തവർക്ക് കഷ്ണമായി നൽകുന്ന സ്ഥലങ്ങളും അല്ലെങ്കിൽ ആ ഒരു സമ്പ്രദായവും ഇവിടെയുണ്ട്. അല്പം കേടായ ഭാഗങ്ങൾ മുറിച്ചു കളഞ്ഞ പഴങ്ങളും മറ്റും ചെത്തി തിന്നാൻ പാകത്തിലുള്ള കഷ്ണങ്ങളാക്കി കുറഞ്ഞ നിരക്കിൽ നൽകുന്ന ആളുകളുമുണ്ട്. മാത്രമല്ല ജ്യൂസാക്കി ഇവയെല്ലാം നൽകുന്ന ആൾക്കാരും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് ആവശ്യക്കാരെയും പരിഗണിക്കുന്നതാണ് ഈ മാർക്കറ്റ്. ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് അനധികൃതമായി കച്ചവടം നടത്തുന്നത് തടയാനായി അബുദാബി നഗരസഭ 3 കോടി ദിർഹം ചെലവിൽ 22,000 ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് ഇത് സജ്ജമാക്കിയിരിക്കുന്നത്. ഇവിടെ ഏകദേശം 500 കച്ചവടക്കാരുമുണ്ട്. വാരാന്ത്യങ്ങളിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ആളുകളാണ് ഓരോ നിമിഷവും വന്നു പോകുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ രാത്രി 11 വരെയും വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ രാത്രി 11 വരെയുമാണ് ഇവിടുത്തെ കച്ചവടം. 5 രൂപയ്ക്ക് സാമ്പാർ കഷ്ണം വാങ്ങിയാൽ സാമ്പാറും അവിയലും വെച്ചാലും പിന്നെയും കഷ്ണങ്ങൾ ബാക്കി കാണും. സൂപ്പർ ഹൈപ്പർ മാർക്കറ്റിലെ പോലെ വെട്ടിത്തിളങ്ങുന്ന സാധനമായിരിക്കില്ലെന്നും മാത്രമാണ് ഇവിടുത്തെ പ്രത്യേകതയെന്നും ഞങ്ങൾ തൊഴിലാളികളെ സംബന്ധിച്ച് കുറഞ്ഞ നിരക്കിൽ തൊട്ടടുത്ത് സാധനങ്ങൾ കിട്ടുന്നത് വലിയ അനുഗ്രഹമാണെന്നാണ് തൃശൂർ കണ്ടശാങ്കട സ്വദേശിയും സ്വകാര്യ കമ്പനിയിലെ ഹെൽപ്പറുമായ ഷാജ് കുമാർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ലോകമെമ്പാടും ഈ മാർക്കറ്റിനെ കുറിച്ചുള്ള ചർച്ച വിപുലമാവുകയാണ്.